വിശേഷം? സുഖം. ബെൽ ബോട്ടം പാന്റ് ആണോ? അല്ല, ഇത് ബെൽബോട്ടം അല്ല. സ്ട്രൈറ്റാ? സ്ട്രൈറ്റ് കട്ടില് ലൂസ് ആയിട്ടുള്ള അതെ. എന്തൊക്കെ ജീൻസിൽ എന്തൊക്കെ വെറൈറ്റി അല്ലേ? കണ്ടു കൊതിച്ചു. അതൊക്കെ ഇരുന്നോട്ടെ, അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഒരുപാട് കുട്ടികൾ വന്നിട്ട് പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പറയുന്നത് അത് നിന്റെ അടുത്ത് ചോദിക്കണം. അൾട്ടിമേറ്റ്ലി യു ആർ ദ കിങ് ഓഫ് ദ വില്ല എന്നാണ് പറയുന്നത്. You are the king of the villa. വില്ല ശരിയാണോ? He is the ഇപ്പം villain of the ഈ villa. എന്താണ് ആർജിത കുട്ടിക്ക് വിഷമമുണ്ട്. ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് Yeah. അത്ര നമ്മുടെ കേരളത്തിന് അത്ര വലിയ ഇതില്ല. അത് മറ്റെന്താണ് ഈശ്വരന്റെ കൂട്ടത്തിൽ പോണു എന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ചോദ്യം ചെയ്യവേ എന്റെ അടുത്ത് കോടതിയിൽ ബോധിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അമേഘിനറിയാം, അമേഘ് പറയും എന്നാണ് കേരളൻ ഇവിടെ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമേഘിനോട് ചോദിക്കൂ. അങ്ങനെ പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞു. നന്നായി അറിയാം. എന്തുകൊണ്ടാണ് അമേഘിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കേരളൻ ഇപ്പം ഈശ്വരന്റെ കൂടെ ഒരു ചായ്വ് ആർജിത വിട്ടിട്ട്? അതെനിക്കറിയത്തില്ല. നിനക്കെല്ലാം ഞാൻ ദേവദർശൻ ദേവതീർത്ഥാണ് കൂട്ട്, അവരൊക്കെ ഒന്നും കൂട്ടാറുന്നില്ല. ഇവനാ നിങ്ങൾ ഞങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്. ഒപ്പത്തിൽ ചോദിക്കുന്ന പോലെ ആരാ ആദ്യം കണ്ടത്? അത് ഞാൻ തന്നെ. അല്ല അപ്പം നീ പറഞ്ഞു മറ്റവനാണെന്ന്, അതവനാണ് അപ്പൊ കണ്ടത് എന്ന് പറഞ്ഞാൽ പൊട്ടം കളിപ്പിക്കുക. സത്യം പറഞ്ഞോ നീ? നമുക്ക് കാര്യം ചെയ്യാം. എന്റെ അണ്ണൻ സത്യമേ പറയുള്ളൂ. അവനോട് ചോദിച്ചാൽ മണിയായിട്ട് ഇവരുടെ 4 പേരുടെ ഇടയിൽ സംഭവിച്ച എന്താന്ന് അണ്ണൻ ഇപ്പൊ പറയും, കേട്ടോ. അണ്ണനൊന്ന് ഞെട്ടി. അണ്ണൻ സത്യമേ പറയുള്ളൂ. അത്രേ ഉള്ളൂ. അണ്ണൻ സത്യസന്ധന. അണ്ണ എന്താ പറ്റിയത്? ആർജിതേനെ വിട്ടിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് മറ്റേ കേരേട്ടൻ ഈശ്വരന്റെ കൂടെ നടക്കുന്നത്? പറയുന്നത് ശരി, ഓനിപ്പോ അധികം ഈശ്വരനോടാണ് അധികം. അതെന്നെ നമ്മൾ ചോദിക്കുന്നത്. അതെന്നെ നമ്മൾ ചോദിക്കുക, അതെന്തുകൊണ്ടത്? അതെന്തുകൊണ്ടാന്നറിയില്ല. അല്ല, നിനക്ക് അണ്ണൻ എന്താ തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും? അവരെ റൂം അടുത്തടുത്ത, അതുകൊണ്ടായിരിക്കും. അവര് റൂം എടുത്തെടുത്ത. പറഞ്ഞപ്പോ അതെ, എനിക്കൊരാൾ കൂട്ട് വേണം. എന്തിനു കള്ളത്തരം കാണിക്കാനോ? എന്തേലും പറയണെങ്കില് അതാണ് ഇതൊക്കെ ഇപ്പൊ തീരും. അവിടെ മരത്തെ കയറിയിരിക്കുകയും റൂമിൽ നിന്ന് റൂം വിട്ട് കളിക്കുകയും. വിഷമമുണ്ടോടാ സത്യത്തിൽ ഇതിങ്ങനെ തീരാൻ പോകുന്നു നിങ്ങൾക്ക് അറിഞ്ഞപ്പോ? സത്യം പറ. വിഷമൊക്കെ ഉണ്ട്, വിഷമുണ്ട്. ഞങ്ങൾക്കും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ബ്രേക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോ ഉണ്ട് റിമി ആ മൂലയ്ക്ക് ഇന്ന് നെഞ്ചത്തടിക്കുന്നു. എന്തിന്? വിഷമം കൊണ്ടോ? ഞാൻ ഉടനെ ഓടിപ്പോയി ചോദിച്ചു, റിമി എന്താ വരരുത്? അപ്പൊ ഞാൻ എന്താ റിമി കാര്യം? സീസൺ തീരുന്നു. ഭയങ്കരാടി ആ ഏരിയ മുഴുവൻ. ഞാൻ വിചാരിച്ച എന്തുകൊണ്ട് മഴയോ വീണ്ടും ഇടിയും വിട്ടൊക്കെ തുടങ്ങി. അല്ല, ചേച്ചിയുടെ കണ്ണുനീർ. ആ കണ്ണുനീര് വീഴുക. ലോലമായിട്ടുള്ള ഹൃദയമാണ്, ലോല ഹൃദയമാണ്. എന്തായാലും നീ ഒരു സത്യം പറയത്തില്ല എന്ന് കാര്യം മനസ്സിലായി. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്തോ ഒരു കള്ളത്തരമുണ്ട്. പക്ഷെ ഉണ്ട്. ഞങ്ങക്ക് അറിയാടാ. അണ്ണൻ അറിയായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, പക്ഷെ കൊച്ചിന് അറിയത്തില്ല. എന്നാ പോട്ടെ. ഏത് പാട്ടാ പാടുന്നത്? ഹൃദയം ഒരു വീണയായി. എങ്ങനെയാടാ ഈ ഹൃദയം ഒരു വീണയാവുന്നു? അത് ഫൂച്ചൽ ഖാദർ സാർ എഴുതി വെച്ചതാണ്. അങ്ങനെ ഇവന് ഇത്രേ പറയുള്ളൂ. നമുക്ക് പാട്ടിന്റെ ഡീറ്റെയിൽസ് നല്ലത്. അതെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മൗനിയാണ്, അതുകൊണ്ട് നമുക്ക് ഇനി കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല. ഹൃദയം ഒരു വീണയായി, അത് പൂച്ചൽ ഖാദർ സാർ എഴുതി വെച്ചു, അതുകൊണ്ട് നീ പാടുന്നു, അത്രേ ഉള്ളൂ അല്ലേ? ശരി, ബാക്കി പറ. മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ. വർഷം 1985. പാടിയത് യേശുദാസ് സാറ്. സിനിമയുടെ പേര് തമ്മിൽ. പാട്, നീ പാട്, അതാ നല്ലത്. All the best. All the best. Thank you.
പൂക്കുന്നേതോ ജന്മം വർണ്ണം പെയ്യുന്നോരോ കാലം വർണ്ണം പെയ്യുന്നോരോ കാലം അവയുടെ കയ്യിലെ നിറകതിരണിയുന്ന തമ്മിൽ തമ്മിൽ ഹൃദയം ഒരു വീണയായി അതിൽ നിൻ മൊഴിയായി ഹൃദയം ഒരു വീണയായി അതിൽ നിൻ മൊഴിയായി എന്നെഞ്ചിൻ താളം നിന്നിൽ കേൾക്കുമ്പോൾ എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ സുഹൃതവീതിയിൽ അലയും വേളയിൽ ഹൃദയം ഒരു വീണയായി അതിൽ നിൻ മൊഴിയായി വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ ശ്രദ്ധിക്കണം കേട്ടോ. ഹൃദയം ഒരു വീണയായി അതിൽ നിൻ മൊഴിയായി സോ ഇറ്റ്സ് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ ആദ്യ ഒരു പൂവച്ചൽ ഖാദർ കുക്കുരി.